ഹായ്. ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡാണ്. ഇന്നത്തെ വാത്സല്യം സീരിയൽ എപ്പിസോഡിൽ നമ്മുടെ രാജലക്ഷ്മി ഗിരിയോട് മാപ്പ് പറയുകയാണ്. മോനെ, അമ്മയ്ക്ക് മാപ്പ് തരണം. അമ്മ മോനെ പരിഹസിച്ചു പോയെന്ന് മോനെ തോന്നുന്നുണ്ടോ? അമ്മയ്ക്ക് തെറ്റ് പറ്റിപ്പോയി, പൊറുക്കണേന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഗിരി പറയുവാണ്, അയ്യോ അമ്മ എന്നോട് മാപ്പൊന്നും പറയല്ലേ അമ്മേ, മാപ്പ് പറയത്തക്ക തെറ്റൊന്നും അമ്മ ചെയ്തിട്ടില്ല, എനിക്ക് ഭാഗ്യമില്ലാതായിപ്പോയി, അത്രയേ ഉള്ളൂ. നന്ദിനെ എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം, നല്ല സ്വഭാവമാണ്. അമ്മ പറഞ്ഞപ്പോൾ ഞാനൊന്ന് മോഹിച്ചു പോയി, അത്രേ ഉള്ളൂ. അമ്മ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവൾക്ക് എന്നും നല്ലൊരു സുഹൃത്തായിരിക്കും എന്ന് ഗിരി പറയുന്നു. അപ്പം ഗിരിയെ നോക്കി വീണ്ടും രാജലക്ഷ്മി അമ്മ പറയുക, മോനെ, മോൻ നല്ലൊരു കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കണം. അതൊന്നും ഇനി പറ്റില്ല അമ്മ, അതൊന്നും ഇനി വേണ്ട, എനിക്കതിനുള്ള ഭാഗ്യവുമില്ല എന്ന് പറഞ്ഞ് ഗിരി അങ്ങ് നടന്നു പോവുകയാണ്. ഗിരി നടന്നു പോകുമ്പം അത് നോക്കി നിന്നിട്ട് രാജലക്ഷ്മി അമ്മ ചിന്തിക്കുവാണ്, എത്ര നല്ല ചെറുപ്പക്കാരനാണ്, എന്ത് നല്ല സ്വഭാവമാണ്, എൻ്റെ നന്ദിനി കുട്ടിക്ക് ഭാഗ്യമില്ലാതായി പോയി എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാലതിയുടെ അമ്മ ചെമ്പകമംഗലത്തോട്ട് ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പം വീട്ടിലോട്ട് കയറുന്ന അങ്ങ് ഫുള്ളാ കയറാതെ ആ വഴിയുടെ അവിടെ നിർത്തിട്ട് ഓട്ടോക്കാരൻ്റെ അടുത്ത് പറയാൻ, മതി 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 മതി, ഇവിടെ നിർത്ത്, അവരുടെ വലിയ കൊട്ടാരത്തിലേക്ക് നിന്റെ ഈ തുരുമ്പിച്ച വണ്ടിയൊന്നും കയറ്റണ്ട, ഞാൻ അവളുമാരെടുത്ത് നല്ല നാലൊന്ന് പാടിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പുറത്തോട്ട് നിന്നിട്ട് ഒന്ന് വീക്ഷിച്ചിട്ട് പറയുവാണ്, തെറിക്കുത്തരം, മുറിപ്പത്തൽ, കച്ചറ റോഡ്, കച്ചറ ഇടപാട് എന്നൊരു ഡയലോഗ് അടിച്ചിട്ട് നീ ഓട്ടോക്കാരൻ്റെ അടുത്ത് വീണ്ടും പറയാം, നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് പാടിയിട്ട് വരാം. എന്നിട്ട് വീടിന്റെ ഫ്രണ്ടിലോട്ട് അവിടെ നിന്ന്, ഇവിടെ ആരും ഇല്ലേ, ഇവിടെ ആരും ഇല്ലേ എന്ന് വിളിക്കുക. എന്നിട്ട് അവിടെ ആരെയും കാണാത്തപ്പോ അവിടെ നിന്ന് പറയുവാണ്, കെട്ടിലമ്മമാരെല്ലാം ആട്ടുതൊട്ടിൽ കിടന്ന് ആടുവാണോ അതോ എണ്ണത്തോണിയിൽ കിടന്ന് മെഴുകുവാണോ ഇവിളമാര്, ആർക്കറിയാം, ഇവിടെ ആരും ഇല്ലേ എന്ന് വീണ്ടും ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ നന്ദിനി ഇറങ്ങി വരും. ഇതാര് വെള്ളപ്പാറ്റിയോ ഇന്ന് നന്ദിനിയെ കണ്ടപാടെ ചോദിക്കുന്നു. എന്നെ മനസ്സിലായില്ലേ, ഞാൻ മാലതിയുടെ അമ്മയാ. അത് മനസ്സിലായി, എന്തിനാ വന്നത്? അത് പാലും പഴവും കഴിക്കുന്നവർക്കൊന്നും ഏറ്റുമുട്ടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, നല്ല എനിക്ക് പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് പോവാ ഏറ്റുമുട്ടാൻ എന്ന് പറയും. ഈ സമയം നമ്മുടെ സാവിത്രി ഇത് കേട്ടോണ്ട് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ മതിയോ ഏറ്റുമുട്ടാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പത്തേനും നമ്മുടെ മാലതിയുടെ അമ്മ മനസ്സിലാലോചിക്കുവാണ്, ഇവൾ എന്നേക്കാൾ കൺട്രിയാണ്, ഇവളോട് സൂക്ഷിച്ചു വേണം സംസാരിക്കാനെന്ന് മാലതിയുടെ അമ്മ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പത്തേനും നമ്മുടെ സാവിത്രി അങ്ങനെ ആനച്ചന്തത്തിൽ അങ്ങനെ ഇറങ്ങി വന്ന് എന്നിട്ട് ചോദിച്ചു, എന്തേ പ്രൊഫസർ താരകപ്പണിക്കർ ഇങ്ങോട്ട് എഴുന്നല്ലേത്? അതെനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇവിടെ ഒന്നും വിളമ്പേണ്ട ആവശ്യമില്ല. എന്തോ നീ ഓണസദ്യ വിളമ്പാൻ വന്നതാണോ ഇവിടെ? നിന്റെ കാര്യം നോക്കി പോകാൻ പോകും, എനിക്ക് സംസാരിക്കണം. എനിക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ മോനെ ഇഞ്ച പരുവത്തിൽ ഇടിച്ചിട്ടിരിക്കുവാണ് നിന്റെ മോൻ, എനിക്ക് സംസാരിക്കണം പറഞ്ഞ്. ഈ സ്ത്രീ, ഇവർക്ക് പൊക്കൂടെ, ഈ സ്ത്രീയോടൊന്നും സംസാരിക്കാൻ നമുക്ക് പറ്റില്ല, കൺട്രിയിലോടൊന്നും നമ്മൾ സംസാരിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രാജലക്ഷ്മി അമ്മ വരുന്നു. വർത്താനം കേട്ടോണ്ട്, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ കൊച്ചുമോനെ ഇങ്ങോട്ട് വിളിക്കും, എനിക്ക് അവനോടാണ് സംസാരിക്കാനുള്ളത്. എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. എൻ്റെ കൊച്ചുമോനെ അവനെ അടിച്ച് അവശനാക്കി അവിടെ ഇട്ടിരിക്കുക എന്ന് പറയും. അപ്പൊ നമ്മുടെ മീനാക്ഷി ഇറങ്ങി വരുന്നു. മീനാക്ഷി നോക്കുന്നു, മീനാക്ഷി സംഭവം ഒന്നും അറിയുന്നില്ലല്ലോ. മീനാക്ഷി അങ്ങനെ വന്ന് നോക്കുമ്പം എന്താ ഇവിടെ ചർച്ച നടക്കുന്ന ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുക. ഇവരെന്തോ ഇവിടെ രണ്ടുപേരും തമ്മിൽ ശണ്ടയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോ, നീ വാ നിന്റെ അടുത്ത് എനിക്ക് സംസാരിക്കുകയാണ്, നീ അല്ലേ അവന്റെ ഇപ്പോഴത്തെ ഭാര്യ, നിന്റെ ഭർത്താവ് എന്റെ മോനെ അടിച്ച് അവശനാക്കി കളഞ്ഞു. ആര്? വൈശാഖിനെയോ? അത് അവന് അത്യാവശ്യമാണ്, അവന് കൊള്ളേണ്ട ആവശ്യമാണെന്ന് പറയുന്നു. അവന് അടി കൊണ്ടിട്ട് അവൻ ഇപ്പോഴും ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ? അവൻ ഇഞ്ച പരുവത്തിലായി അവൻ ശവമായി കട്ടിലിൽ കിടക്കുവാണെന്ന് ഈ മാലതിയുടെ അമ്മ പറയുന്നു. അത് കേട്ട് മീനാക്ഷിക്ക് ഒരു ഊറിയ ചിരിയും വന്നു. അവനെ വിളിക്കുമെന്ന് പറയുന്നു, അവനെ വിളിക്കാൻ പറയുന്നു. അപ്പം നമ്മുടെ നന്ദിനി പറയുന്നു, നിങ്ങൾ വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്കുന്നു, നീ ആരടി പറയാനത് എന്ന് മാലതിയുടെ അമ്മ ചോദിച്ചു. ഇത് കേട്ട മീനാക്ഷിക്ക് ദേഷ്യം വന്നു. മീനാക്ഷി എന്ത് പറഞ്ഞെന്നറിയോ, ദേ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞ എൻ്റെ അമ്മയെ വല്ലതും പറയുവാണെങ്കിൽ കഴുത്തിന് പിടിച്ച് തൂക്കി നിങ്ങൾ ഞാൻ റോഡിൽ അറിയുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം വീണ്ടും എന്താണ് മാലതി ഒന്ന് പരിങ്ങി. ഈ സമയത്താണ് നമ്മുടെ ACP എന്താണ് കടന്നു വരുന്നത്. ACP ചോദിക്കുന്നു, എന്തേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നീ എൻ്റെ കൊച്ചിനെ അടിച്ച് അവശനാക്കി ഇഞ്ച പരുവത്തിലാക്കിയില്ല, ഞാൻ നിങ്ങളുടെ മകനെ അടിച്ചൊന്നുമില്ല, മറ്റു പോലീസുകാരാണ് അടിച്ചത്, ഞാൻ അതുമല്ല അവൻ തെറ്റ് ചെയ്തിട്ടാണ് അവരടിച്ചതെന്ന് പറയുന്നു. നീ വലിയ പോലീസുകാരനാണെന്ന്, നീ വലിയ ഉദ്യോഗസ്ഥനാണെന്ന് നീ വിചാരിക്കേണ്ട, നിന്നേക്കാൾ വലിയ ഉദ്യോഗസ്ഥന്മാര് ഇവിടെ ഉണ്ട്, ഞാൻ അവരെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ, ഇതിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ അടങ്ങത്തുള്ളൂ, ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. അപ്പം സാവിത്രി പറഞ്ഞു, നീ കുറെ പകരം ചോദിക്കും, നീ കുറെ ചോദിക്കുമെന്ന് സാവിത്രി പറഞ്ഞു.
എന്നിട്ട് സാവിത്രി പറഞ്ഞു, ഇവിടുന്ന് പോവാൻ നോക്ക്, വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ നിന്റെ പ്രായമൊന്നും നോക്കത്തില്ല, ആഴ്ച ഞാൻ പറ്റിച്ചു തരുമെന്ന് പറയുന്നു. അപ്പോഴത്തേനും എന്താണ്, ഇവര് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇവര് പോകാൻ വേണ്ടിയിട്ട് എന്താണ് അങ്ങോട്ട് നടന്നു പോയിട്ട് ഓട്ടോറിക്ഷയുടെ അടുത്തെത്തിയിട്ട് വീണ്ടും വീണ്ടും എന്താണ്, പൊക്കോടി, ഇത് ചെമ്പകമംഗലമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറയുന്നുണ്ട്, ചെമ്പകമംഗലം ആയാലും പിച്ചകമംഗലം ആയാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ, ആരായാലും എനിക്ക് പറയാനുള്ളത് പറയുമെന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും സാവിത്രിക്ക് ദേഷ്യം വന്നു എന്ന് മനസ്സിലായി. ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേനും മുന്നോട്ട് നടന്ന് നീങ്ങിയിട്ട് പുള്ളിക്കാരി ഓട്ടോയിൽ കയറുന്നതിന് മുമ്പ് തന്നെ എന്താണ് തിരിഞ്ഞവിടെ നിന്നു. തിരിഞ്ഞു നിന്നിട്ട് പറയുവാണ്, ചെമ്പകമംഗലം തറവാട് നശിച്ചു പോകും എന്ന് പറയുന്നു. അപ്പോഴത്തേന് ഇവർക്കെല്ലാം വല്ലാതായി. എന്നിട്ട് പിന്നെ മാലതിയുടെ അമ്മ തറയിൽ നിന്ന് കുറച്ച് മണ്ണ് വാരി കയ്യിൽ വെച്ചിട്ട് ഭയങ്കര രസമാണ്, കപാലസെടുക്ക ഹോം ക്രീം, തറവാട് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണ് വാരി എറിഞ്ഞിട്ട് ഒരൊറ്റ പോക്കാണ്. അതായത് നമ്മുടെ രാജു രാധയില് മായാവിന് നമ്മൾ പറയുമല്ലോ ഓം ക്രീം എന്ന് പറഞ്ഞു, അതുപോലെ മണ്ണ് വാരിയിട്ട് പ്രാവിയിട്ട് ഒരൊറ്റ ഓട്ടോയിൽ കയറി പോകുക. ഇവരെങ്ങനെ വായും പൊളന്ന് ഇവരെല്ലാവരും, അയ്യോ ഇവള് പ്രാവിയിട്ട് പോവുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരവിടുന്ന് കയറി പോവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈശാഖിന്റെ വീടാണ് കാണിക്കുന്നത്. വൈശാഖിന്റെ വീട്ടില് വൈശാഖ് കിടന്ന് നല്ല കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ട് നടക്കുക. അപ്പോഴാണ് നമ്മുടെ മൈഥിലി വൈശാഖിന്റെ അടുത്ത് വന്ന് വൈശാഖിനെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് ആലോചിക്കുവാണ്, ദൈവമേ എത്ര നല്ല ചെറുപ്പക്കാരനായിരുന്നു ഇവൻ, എന്തൊരു ചൂടും ചൊറണ്ടുവേടെ നല്ല ചെറുപ്പക്കാരനായിരുന്നു, ഇവന്റെ കിടക്കുന്ന കോലം കണ്ടില്ലേ, ഇവൻ ഇങ്ങനെ ആവാനുള്ള കാരണം ഞാനാണോ ദൈവമേ, ചിലപ്പോൾ ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമാണോ എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മൈഥിലി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ വൈശാഖിന്റെ അമ്മ ചായയും കൊണ്ട് വരുന്നുണ്ട്. മരുമോളടുത്ത് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നു, വരുന്നുണ്ട്. മോളെ അവനെ എണ്ണിട്ടില്ലേ? ഇല്ലമ്മേ, വൈശാഖ് നല്ല ഉറക്കത്തില്ല, മതി, ഇനി അവനെ വിളിച്ചുണർത്തി നീ ചായ കൊടുക്ക്, ഒരു ചായ നീയും കുടിക്കുമെന്ന് പറയുന്നു. അപ്പോഴത്തേനും എന്താണ് ഇവള് വിളിക്കുന്നുണ്ട്, വൈശാഖേ, എടാ വൈശാഖേ എണ്ണീരെന്ന് പറഞ്ഞ് അവനെ പിടിച്ചെന്താ. അപ്പോഴത്തേനും അവനെ എണ്ണീറ്റില്ല, വന്തം കണ്ട പെരിച്ചാഴിയെ പോലെ എണ്ണീറ്റിട്ട് അമ്മ എണീറ്റപ്പോൾ അവനെ പിടിച്ച് കട്ടിലോട്ട് എന്താണ് ഇരുത്തിയിട്ട് ചായ കൊടുക്കുന്നു, എന്നാ ചായ കുടി എന്ന് പറയുന്നു. അപ്പം വൈശാഖിന്റെ അമ്മ ചോദിക്കുന്നു, എടാ ശരീരത്തിനൊക്കെ പോലീസുകാർ ഇടിച്ച വേദനയുണ്ടോ ഇപ്പോഴും എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് വൈശാഖിന് ബോധോദയം ഉണ്ടാകുന്നത്. അപ്പം വൈശാഖ് ആലോചിക്കുവാണ്, ഇന്നലത്തെ കാര്യം, അവിടെ നിന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരുന്നതും പോലീസുകാർ ഇടിച്ചതും ACP വന്നതും ACP അടിക്കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതും കൊണ്ടാക്കിയതും ഒക്കെ ഓർമ്മ വന്നു. അപ്പോഴത്തേനും മൈഥിലി ചോദിക്കുന്നുണ്ട്, വല്ല ഓർമ്മ വന്നോ, എന്തിനാണ് നിങ്ങൾ ചീട്ട് കളിക്കാൻ പോകുന്നത്, ചീട്ട് കളിക്കുന്ന നല്ല സ്വഭാവമൊന്നും അല്ല, അത് എനിക്ക് പൈസ വേണം, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ജീവിക്കണ്ടേ, കാശ് വേണമെങ്കിൽ എനിക്ക് ജോലി കിട്ടുന്നവരെയും ഞാൻ ചീട്ട് കളിച്ചുകൊണ്ടേ ഇരിക്കും, എന്നാൽ മാത്രമേ എനിക്ക് വല്ലതും കിട്ടത്തുള്ളൂ, ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവള് പറയുന്നുണ്ട്, ചീട്ട് കളിക്കുന്ന വലിയ അന്തസ്സുള്ള കാര്യമൊന്നുമല്ല ചീട്ട് കളിയും കള്ളുകൂടിയും ഒന്നും, അങ്ങനെയാണെങ്കിൽ ഇനി പോലീസുകാർ കൊണ്ടിട്ട് ഇടിക്കുമെന്ന് പറയും. ഇടിക്കട്ടെ, ഞാനിത് കളിച്ചുകൊണ്ടേ ഇരിക്കും, എൻ്റെ കയ്യിൽ ക്യാഷ് വരുന്നവരെ. വൈശാഖിനൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ, അപ്പൊ ഇവള് വൈശാഖിനൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ വേറെ എന്തെല്ലാം ഇതുണ്ടെന്ന് പറയുമ്പോൾ തള്ള പറയുന്നു, പിന്നെ മാലതിയുടെ അമ്മ പറയുന്നു, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാതെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം മരുമോളടുത്ത് വലിയ സ്നേഹമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പോഴും കുറച്ച് കഴിയുമ്പോൾ അത് മാറുന്നുണ്ട്. അന്നേരം മൈഥിലി എന്ത് പറയുന്നു, വൈശാഖെ നമുക്കൊരു ജോലിയല്ലേ ആവശ്യം, ഞാൻ ജോലിക്ക് പോവാം, എനിക്ക് വേഗത്തിലൊരു ജോലി കിട്ടുകയും ചെയ്യും. നിനക്ക് വേഗത്തിൽ കിട്ടും, നീ ജോലിക്കൊന്നും പോകണ്ട, നീ ഇനി ജോലിക്ക് പോയിട്ട് വേണം ഇനി എന്നെയും കളഞ്ഞിട്ട് ഇനി ഒരുത്തൻ്റെ കൂടെ പോവാൻ, ഞാനേ കാർത്തിക് അല്ല എന്ന് പറഞ്ഞു, കാർത്തികനെ വഞ്ചിച്ചിട്ട് നീ എൻ്റെ കൂടെ ഇറങ്ങി വന്ന്. അത് കേട്ടതും മൈഥിലിക്ക് വല്ലാത്തൊരു സങ്കടമായി. അപ്പോഴാണ് നമ്മുടെ വൈശാഖിന്റെ അമ്മ പറയാ, ശരിയാ മോനെ, കാരണം ഒരു വട്ടം കട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇതായി തീരും, ലൈസൻസായി തീരും, എപ്പോഴും കക്കണമെന്ന് തോന്നും. അപ്പൊ അതും കൂടെ കേട്ടപ്പോഴത്തേനും എന്താണ് വല്ലാത്തൊരു വിഷമമായിട്ട് അവൾ അവിടുന്ന് മാറിപ്പോയി. ഹാളിൽ പോയി എന്താണ് വാഷ് ബേസിന്റെ അവിടെ നിന്ന് മുഖത്തേക്ക് വെള്ളം തളിച്ച് കഴുകിക്കൊണ്ട് ആലോചിക്കുവാണ്, ഇവൻ പറഞ്ഞ കാര്യവും ഇനി ഇവനെ വിട്ടിട്ട് പോകുന്നു, അപ്പൊ എനിക്ക് എന്ത് വിലയാണെന്നൊക്കെ ഉള്ളത് ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. അവൾക്കത് വേണമല്ലോ, അവള് പാവം ACP കാണിട്ട് പോയതല്ലേ. അങ്ങനെ വളരെ സങ്കടത്തോടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് നമ്മുടെ ചെമ്പകമംഗലം തറവാട്ടിൽ നമ്മുടെ നന്ദിനി വൈഗമോളെ കയ്യിൽ വെച്ച് കൊഞ്ചിക്കുവാണ്. വൈഗമോള് ഭയങ്കര കരച്ചിലാണ്, മോളെ എന്ന് പറഞ്ഞ് കരച്ചിലെടുക്കാൻ നോക്കിയിട്ട് നന്ദിനിക്ക് പറ്റുന്നില്ല. ഈ സമയമാണ് ജയറാം അങ്ങോട്ട് കയറി വരുന്നത്. എന്തേ ദേവി, കുഞ്ഞ് കരയുവാണോ, കുഞ്ഞിനെ ഇങ്ങെടുക്കെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദിനിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി വെച്ച് താലോലിച്ചുകൊണ്ട് നിൽക്കുമ്പം നന്ദിനി ജയറാമിനെ തന്നെ നോക്കി നിൽക്കുവാണ്.
ആ നോട്ടത്തിൽ പല അർത്ഥങ്ങളുണ്ട്. കൊഞ്ചിച്ചോണ്ട് നിൽക്കുന്നു. കൊഞ്ചിച്ചോണ്ട് നിൽക്കുമ്പോൾ മോളെ കുഞ്ഞുവാവേ തക്കിടുവാവേ എന്ന് പറഞ്ഞ് കൊഞ്ചിച്ചോണ്ട് നിൽക്കുക. ഇത് കണ്ടപ്പം നന്ദിനി ചോദിക്കുന്നു, അയ്യോ ജയേട്ടന്റെ കൈ വന്നപ്പം കുഞ്ഞിന്റെ കരച്ചിൽ മാറിയല്ലോ, ഇത് എന്തൊരു അത്ഭുതമാണ് എന്ന് പറയുന്നു. അത് ഞാൻ കുറേ നാളെ എൻ്റെ മോളെ വളർത്തിയതല്ലേ, അപ്പൊ ആ ഒരു ഇതുണ്ടെന്ന് പറയുന്നു. അപ്പം പിന്നെ ജേട്ടനായിരുന്നു കുഞ്ഞിനെ നോക്കി ഇതൊക്കെ എന്ന് ചോദിക്കുന്നു. അപ്പോഴും പറഞ്ഞു, മാധുരി നോക്കിയിട്ടില്ലേ എന്ന് പറഞ്ഞു. മാധുരിയെ കുറിച്ച് എന്തറിയാം? ദേവിക്കൊന്നും അറിയില്ല. കാരണം ദേവിയോട് പറയുമ്പോൾ ദേവി വിചാരിക്കും കുറ്റം പറയുവാണെന്നല്ല, മരിച്ചുപോയവരെ പറ്റി നമ്മൾ കുറ്റം പറയാൻ പാടില്ല. എന്നാലും ദേവിയോടായോണ്ട് ഞാൻ പറയുക, അവൾ നോക്കിയിട്ടേ ഇല്ല. അവൾക്ക് വലുത് അവളുടെ സൗന്ദര്യം, ബ്യൂട്ടി പാർലർ, പിന്നെ ക്ലബ്ബ്, ലേഡീസ് ക്ലബ്ബൊക്കെ ആയിട്ട് എന്തായിരുന്നു മാധുരി പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഫീഡിങ് പോലും 6 മാസം കൊടുത്തു, അതിനുശേഷം ഫീഡിങ് നിർത്തി. ഞാനാണ് എൻ്റെ മീനാക്ഷി മോളെ കൊണ്ടു നടന്ന് വളർത്തിയതും നോക്കിയതും എല്ലാം. പലപ്പോഴും ഞാൻ വിചാരിക്കുന്നുണ്ട്, ഒരു അമ്മയുടെ സ്നേഹം മൊത്തം മീനാക്ഷി അനുഭവിച്ചത് എൻ്റെ ദേവിയിൽ നിന്നാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിപ്പോവാറുണ്ട്. പിന്നെ അവളുടെ അമ്മ അവളെ നോക്കുകയൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഞാനായിരുന്നു എല്ലാം നോക്കും. മിക്കപ്പോഴും വഴക്കായിരുന്നു. വഴക്ക് എന്നും ദേവിയുടെ പേര് പറഞ്ഞാണ്, എന്നും വഴക്ക് ദേവിയുടെ പേര് പറഞ്ഞാൽ. അപ്പോഴത്തേനും നന്ദിനിയുടെ മുഖം വല്ലാണ്ടായി. അപ്പോഴത്തേനും നമ്മുടെ മീനാക്ഷി കുട്ടി ഇറങ്ങി വരുന്നു. അച്ഛനാണോ കുഞ്ഞിനെ ഉറക്കുന്നേ? അച്ഛൻ്റെ കയ്യിലെത്തിയപ്പോഴത്തേനും കുഞ്ഞിന്റെ കരച്ചിലൊക്കെ മാറിയല്ലോ. അച്ഛൻ ഉറക്കുമായിരുന്നു. ഞാൻ നിന്നെ എത്ര വർഷക്കാലം ഉറക്കിയതാണ്. എന്നിട്ട് പറയുവാണ്, നീ പിന്നെ ഒരു നീറല്ലായിരുന്നു, നീറ് ഉളിപ്പല്ലുകൊണ്ട് കടിച്ച് നമ്മളെ ഇതാക്കുമായിരുന്നു. നീറ് കടിക്കുന്നതാണൊക്കെയുള്ള വേദനയായിരുന്നു. ഞാനല്ലേ കൊണ്ടുകിടന്ന് നിന്നെ വളർത്തിയ അച്ഛാ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നന്ദിനി ചോദിക്കുവാണ്, മീനാക്ഷി ചെറുപ്പത്തിൽ ഭയങ്കര കുറുമ്പിയായിരുന്നു അല്ലേ? മീനാക്ഷി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവർ 3 പേരും കൂടെ നിൽക്കുന്നു, സംസാരിച്ചുകൊണ്ട് ചിരിയും കളിയുമായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സാവിത്രി അതിലെ കൂടെ പോകുമ്പോൾ ഇത് കാണുന്നു. കളിയും ചിരിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബമോ? അങ്ങനെ ഇപ്പം സന്തോഷിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത് ഫോൺ എടുത്ത് ആരെയും വിളിക്കാൻ വേണ്ടി നമ്പർ കുത്തുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.